Good morning, YouTube. What's up? So it's 7:40. ഇവിടെ നേരെ എടപ്പള്ളി, വൈറ്റില, കുണ്ടന്നൂർ, അവിടുന്ന് റൈറ്റ് എടുത്ത് തോപ്പുംപടിക്കുള്ള ബ്രിഡ്ജിൻ്റെ അവിടെ ഉണ്ട്, തോപ്പുംപടി, അവിടുന്ന് കുമ്പളങ്ങി, അതാണ് റൂട്ട്. കുറച്ച് റൂട്ടുകൾ ഞാനൊന്ന് പഠിക്കുകയും ചെയ്യും. ഡിഫൻഡറിൻ്റെ ആ ഒരു എടപ്പള്ളിയിലുള്ളൊരു പരസ്യം കാല് ഫുള്ള് ചെളി അടിച്ച് കയറിയിട്ടാ രാവിലെ വെറുതെ ഒരു കാര്യമില്ലാത്തൊരു മഴ. ഇവിടെയാണ് നമ്മുടെ അണ്ടർപാസ് വരുന്നത്. വെറുതെ സൈഡിൽ ഒരു വാട്ടർ ഡ്രെയിനേജിൻ്റെ പണിയൊക്കെ ഏകദേശം ഒബ്രോൺ മോളുടെ അവിടെ വരെയുള്ള ഒക്കെ തീർന്ന്. ഇതാണ് നമ്മുടെ പുതുക്കിപ്പണിഞ്ഞ പാലാരിവട്ടം പാലം. അത് സൂപ്പർ പാലമാണ്, ഒന്നും പറയാനില്ല. മോർണിംഗ് റൈഡ്സ് ആർ അമേസിങ്. ട്രാഫിക് കുറവാണ്. ഇഫ് യു വോണ്ട് റീച്ച് സംവെയർ യു ക്യാൻ റീച്ച് ഫാസ്റ്റ്. പക്ഷേ എൻ്റെ ചാനലിൽ ഇതൊരു സിവിക് സെൻസ് ആയതുകൊണ്ട് ഐ നീഡ് ടു ട്രാവൽ ത്രൂ ഡ്യൂറിങ് ദ ബിസി ടൈം. അപ്പോൾ നല്ല അതിനുള്ളൊരു എന്താണ് നടക്കുന്നതെന്ന് നമുക്ക് കാണിക്കാനും പറ്റുള്ളൂ. എനിക്ക് തോന്നുന്നു ബൈക്കുകാരുടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് സത്യം പറഞ്ഞാൽ ഈ ഒരു മഴ വന്നു കഴിഞ്ഞാൽ ഇതേപോലെ ട്രക്കുകളുടെ പുറകിൽ പോകുന്നതാണ്. ഇതിൻ്റെ ടയറിൻ്റെ സൈഡിൽ നിന്നും ചെളിയടിച്ച് എന്തോരം ചെളിയാണോ ഈ ബൈക്കിൽ പോകുന്നവർ പൊടിയും ചെളിയും തിന്നുന്നതെന്ന് പറയും. ഞാൻ ഉദ്ദേശിച്ചത് ഒരു ബൈക്ക് ഓടിക്കുന്നവരുടെ ഒരു കഷ്ടപ്പാടാണ്. രാവിലെ എന്താ ഭംഗി കണ്ട, റോഡിൽ തിരക്കില്ല, എല്ലാം നല്ല പച്ചപ്പും. ഇതാണ് കുഴപ്പം. ഒരു വണ്ടി വരുന്ന കണ്ടാലും കയറും, എന്ത് ചെയ്യാനാണ്. ഇതാണ് മെട്രോ പാലവും വൈറ്റില പാലവും തമ്മിലുള്ള സംഗമം. ബ്യൂട്ടിഫുൾ റോഡ് മാൻ. എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് ഒരു 100-120 പറക്കാൻ, സത്യം പറഞ്ഞാൽ. പക്ഷേ ഞാൻ വണ്ടീനെ ഇഷ്ടപ്പെടുന്ന ആളാണ്. ഈ വണ്ടിക്ക് പ്രായമുണ്ടെന്നറിയാം. എന്നെക്കൊണ്ട് അവനെ ഞാൻ വേദനിപ്പിക്കില്ല. അവൻ്റെ ഹൃദയമാണല്ലോ എൻജിൻ. അങ്ങനെ കുണ്ടന്നൂർ അണ്ടർപാസ് എത്തുന്നതിന് മുന്നേയുള്ള സ്ട്രെച്ച് കിടക്കുന്നുണ്ടല്ലേ. റൈറ്റ് സൈഡിലാണ് ഫോറും. ഇറ്റ്സ് എ വണ്ടർഫുൾ ബ്യൂട്ടിഫുൾ സ്ട്രെച്ച്. ഓക്കെ, അങ്ങ് കിടക്കുക നീളത്തിൽ. ഇവിടെയാണ് നമ്മുടെ ഫേമസ് കാർത്തിയായനി റെസ്റ്റോറൻറ്റ്. ഇതാണ് കുണ്ടന്നൂർ അണ്ടർപാസ്. എൻ്റെ ഫ്രണ്ട് അവിടെ എന്തായാലും വെയിറ്റിംഗ് ആയിരിക്കും. സോറി, മാറിപ്പോയി. ഇതിലൂടെ ആയിരുന്നില്ല, ഇപ്പുറത്ത് കൂടെ, അതിലൂടെ കയറിയിട്ടുണ്ടായിരുന്നു. പോലീസൊന്നും ഇല്ലാത്തതുകൊണ്ട് ഭാഗ്യം. വേണ്ട, ഓവർടേക്ക് ചെയ്യണ്ട. ഈ പാലവും പൊളിച്ചിട്ടിരിക്കുകയായിരുന്നു. ഫുള്ള് റീടാറൊക്കെ ചെയ്ത് ഇപ്പം അടിപൊളിയായി. ഈ ഒരു സ്ട്രെച്ച് ശരിക്ക് ബസ്സിൽ പോകണം, ഈ രണ്ട് സൈഡും കാണണമെങ്കിൽ. ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. ബസ്സിലാണ് അതിൻ്റെ ആക്ച്വൽ വ്യൂ. കാറിൽ പോകുമ്പോൾ അറിയില്ല. ബൈക്കിൽ കുറച്ചും കൂടെ ഒരു വ്യൂ ഉണ്ട്, ബസ്സിലാണ്. ഇത് ഇറ്റ്സ് എ വണ്ടർഫുൾ സൈറ്റ്. രാവിലെ ഇതിനു വേണ്ടിയിട്ടാണ് ഈ ട്രാവൽ ചെയ്ത് ഈ ഭാഗത്തേക്ക് വരുന്നത്. കാരണം കൊച്ചി ഈസ് ഇൻ അബണ്ടൻസ് ഓഫ് ദിസ് കൈൻഡ് ഓഫ് എ വ്യൂ. വെയിറ്റിംഗ് 5, 4, yes, 3, 2, 1, 0. പോട്ടെ. ഇറ്റ്സ് another beauty. കാരണം ഒരു പാലം കഴിഞ്ഞ് ഉള്ളൂ, അപ്പോഴത്തേക്ക് അടുത്ത പാലമാണ്. എനിക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പക്ഷെ ഐ തിങ്ക് ദിസ് ഇസ് വാട്ട് ഇറ്റ് ഇസ്. எந்த ஒரு விஷயத்தையும் பிளான் பண்ணாம பண்ணா இப்படித்தான். பிளான் பண்ணி பண்ணணும். ഓക്കേ. ഇതുകൊണ്ടാണ് MVD പറഞ്ഞത് ഹെൽമെറ്റിൽ ക്യാമറ വെക്കണ്ട. കാരണം ഡെഫിനറ്റ്ലി നമ്മൾ വ്യൂ കാണിക്കാൻ വേണ്ടി അങ്ങോട്ട് തിരിയും. കാരണം ദ ഒബ്ജക്റ്റീവ് ഇസ് റൈഡിങ് അൺകോൺഷ്യസ് ആയിട്ടും സബ് കോൺഷ്യസിൽ നമ്മൾ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ്. ബട്ട് ഈവൻ ദോ നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞ് കണ്ണൊന്ന് മാറിയാൽ there is a chance that there will be an accident. ഈ ഒരു സ്ട്രെച്ച് ഉണ്ട്, ഇവിടുന്ന് തുടങ്ങുന്ന ഒരു, അതായത് ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന നടക്കുന്നൊരു വഴിയാണ്.
ഇവിടെ ഇപ്പോൾ ആൾക്കാർ രാവിലെയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ, ഒരുപാട് ആൾക്കാർ. കാരണം ഇതൊന്നും ആയിരുന്നല്ലോ കേട്ടോ. ഇപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നൊക്കെ ഫുള്ള് കാടായിരുന്നു, ഫുള്ള് ക്ലീൻ ചെയ്ത് കംപ്ലീറ്റ്. ഇവിടുത്തെ വ്യൂവും ഇറ്റ്സ് അമേസിങ്. ഇവിടെ നമുക്ക് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഈ ലേക്ക് ഇങ്ങനെ ആ ഒരു അറ്റ സ്ട്രെച്ച് വരെ ഫുള്ള് കാണാം. 29 and I find myself wondering what did happen to the last 10. I ran away with my life, fast forward, never turn back again. It's kind of funny that the more we pass time, the more we need to set them rewind. And 19 was the year I had to leave you, but now I'm seeing all the signs. Is this really happening? നമ്മുടെ ഫ്രണ്ട് ഇവിടെ എങ്ങാണ്ട് വെയിറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. സോ ആഫ്റ്റർ മീറ്റിംഗും then we will start. Is this really happening? I can't be too sure, but one day I'll be yours again. ആഹാ, മനോഹരമായ കുഴികൾ വീണ്ടും. ഇതാണ് ഞാൻ പറഞ്ഞ അടുത്ത തോപ്പുംപടിക്കുള്ള ഒരു പാലം. ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. അപ്പോൾ നമ്മൾ തോപ്പുംപടി എത്തി. ഇവിടുന്ന് ലെഫ്റ്റ് എടുത്ത് ഫോട്ടോ വെച്ച്. ഞാൻ പണ്ടെങ്ങാണ്ട് വന്നതാണ് കുമ്പളങ്ങിയിൽ. അതാണ് നമ്മുടെ ഫ്രണ്ടിൻ്റെ വണ്ടി, ട്രയംഫ് 440 400. The design and aesthetics, everything is amazing for that bike. I wanted to buy a Ducati Scrambler 400, പക്ഷേ ഞാൻ പറഞ്ഞല്ലോ വെറുതെ ഒരു ലോൺ എടുത്ത് വെക്കണ്ട. ഓൾറെഡി ഐ ഹാവ് എ ബൈക്ക്, സോ ഐ വിൽ ജസ്റ്റ് സ്റ്റാർട്ട് റൈഡിങ് ഇൻ ഇറ്റ്. അപ്പോൾ ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് വേളി ഗ്രൗണ്ട്, ചെല്ലാനം, റൈറ്റിലേക്ക് പരേഡ് ഗ്രൗണ്ട്. അപ്പോൾ നമ്മൾ ചെല്ലാനത്തേക്കാണ്. വണ്ടിയുടെ എക്സോസ്റ്റ് നല്ല നല്ല രസമാണ് കേൾക്കാനും. ഈ ബഡി റൈഡിങ്ങിൻ്റെ ഏറ്റവും വലിയൊരു രസം ഇതൊക്കെയാണ്. കാരണം നമ്മളിങ്ങനെ തമാശയായി കളിച്ച് റോഡൊക്കെ കണ്ട് ഇങ്ങനെ അങ്ങ് പോവും. അണ്ണന്മാർ റോട്ടിലൊക്കെ കയറി കിടക്കുള്ളൂ. ഇവിടെ ഈ കുമ്പളങ്ങിയിലേക്ക് പോകുമ്പോൾ ദർ ആർ സം ഓൾഡ് ചേർച്ചസ് as well. ഒരു 150 years ഓൾഡ് ഒരു ചേർച്ച് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ പോയിട്ടുണ്ടായിരുന്നു. ഇറ്റ്സ് എ വെരി ഓൾഡ് ചേർച്ച്, വെരി ഗുഡ്. അതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ഇറ്റ്സ് സോ പീസ്ഫുൾ. ഓ, ഈ ചെല്ലാനോ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് ഭയങ്കര ചേറിൻ്റെയും മീനിൻ്റെയൊക്കെ മണമാണ്. പക്ഷെ രസമാണ്. കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്ത് ഇങ്ങനെ നോക്കുമ്പോൾ എൻ്റെ ഒരു ശ്വാസം വിടുന്ന ശബ്ദം ഭയങ്കരമായിട്ട് കേൾക്കും. അതായത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി അത് എനിക്ക് ഫോക്കസ് ചെയ്യണം അതിലേക്ക്. എന്താ മോനെ റോഡ് കിടുക്കാച്ചി. രണ്ട് സൈഡിലും, അപ്പുറത്തെ സൈഡിലെ കടലാട്ടോ. പൊളീഷ് പൊളീഷ്. വെരി നൈസ് നാരോ റോഡ്സ്. ഏത് കല്ല? കാരണം വെള്ളം അടിച്ച് കയറുന്നുണ്ടാവേ. നമ്മളിത് നേരെ തന്നെയാണോ? ഓ, ഇങ്ങോട്ട് വെറുതെ ഈ ബീച്ചിലേക്ക് ഇറങ്ങിയതാ? ബീച്ചിലേക്ക് വന്നതാ? ആ, ഓക്കെ ഓക്കെ. ആ, കുട്ടി ബീച്ച്. ഇതാണ് അന്ന് പറഞ്ഞ ബീച്ചല്ലേ? എൻ്റെ അമ്മച്ചി എന്ന് പറഞ്ഞിട്ടായിരിക്കും വീഴുന്നത് വെറുതെ. എന്താ വ്യൂ എന്നറിയോ? ഒരു രക്ഷയില്ല. ഇതാണ് വ്യൂ.
അമ്മോ, ഇതാണ് നല്ല റോഡ് വരും. പിന്നെ ഒരു 2 സ്ഥലത്ത് കുഴികൾ. കെട്ടിയിരിക്കുന്ന ഭാഗം. ഓക്കെ, ഓട്ടോ ശരിയല്ലല്ലോ. ആ, വിളകിയിരിക്കുന്ന போய் மேல ஏறி தேவையில்லாத ஆணியில புடுங்க போ. தேவை உள்ள ஆணி தேவையில்லாத ஆணி எப்படி தெரிஞ்சுக்கிறது? நீ புடுங்குறது பூராமே தேவையில்லாதான். போய் புடுங்க போ. മണലോ പൊടി. ബസ്സിൻ്റെ പേര് കൊള്ളാം, കുന്നേൽ ഔതക്കുട്ടി. ഇതാണ് ഈ സ്ഥലത്തിൻ്റെ ഒരു ബ്യൂട്ടി. ഒന്നും പറയാനില്ല മച്ചാനെ. എന്താ കിട്ടിയില്ല. എന്ത് വേസ്റ്റ്. ஐயோ At 29 and I find myself wondering what did happen to the last 10. I ran away with my life, fast forward, never turn back again. It's kind of funny that the more we pass time, the more we need to set them rewind. And 19 was the year I had to leave you, but now I'm seeing all the signs. Is this really happening? I can't believe it's true. I'm just as surprised as you. Is this really happening? I can't be too sure, but one day I'll be yours again. Time well spent, especially on a Sunday morning. എൻ്റെ അമ്മച്ചി. 2 സൈഡിലും കാടുകൾ. ഓ, ആ 2 കാടുകൾ കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഓപ്പൺ സ്പേസ്, ഓപ്പൺ ഏരിയ. ഇത് നമ്മൾ വന്നത് കണ്ടക്കടവാണ്. അതൊരു അമ്മോ ഓടിക്കുന്നോ? ആ, കുറച്ച് അവിടം വരെ ഒന്ന് ഓടിച്ചു നോക്കാം. ഞാൻ ഇതുവരെ ഓടിച്ചിട്ടില്ല അല്ലെങ്കിൽ വണ്ടി. ആ, പോലീസ് ഒന്നും പറയാനില്ല. മോനെ കുട്ട, ചാടല്ലേ ചേട്ടാ, ചാടല്ലേ. എന്താണെന്നറിയോ, സ്മൂത്ത്നെസ് എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് വേ ടു സ്മൂത്ത്. എവിടെ? സ്റ്റാർബക്സിൻ്റെ എവിടെയാ? ആ, ഓക്കെ. ഓ മൈ ഗോഡ്, ഒരു സ്കൂട്ടറാണ്. ഒരു കൊച്ചിനെയും വെച്ചിട്ട് അവൻ ആ പോക്ക് പോകുന്നത്. എന്തോ പറയാനാ. സി ദിസ് ഇസ് ദ പ്രോബ്ലം, റൈറ്റ്? ദേ ഷുഡ് ബി
you should be careful, especially when there is a kid around. ഇതുപോലത്തെ ഈ ചെറിയ റോഡിലൂടെ വരുമ്പോൾ ആകെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ, ആൻഡ് ദാറ്റ് ഈസ് ഈ പോക്കറ്റ് റോഡ്സ് എന്നൊക്കെ പീപ്പിൾ ജസ്റ്റ് ജമ്പ് ഇൻ. അതൊരു ഇഷ്യൂ ആണ്. അപ്പം നമുക്ക് അത്രയും സ്പീഡ് എടുക്കാൻ പറ്റില്ല, കാരണം യു വിൽ നോട്ട് ഗെറ്റ് കൺട്രോൾ. പെട്ടെന്ന് നമ്മുടെ കൺട്രോൾ പോവും. വിച്ച് എവർ റോഡ് ഇട്ട് യു നീഡ് ടു ബി കൈൻഡ് ഓഫ് കെയർഫുൾ. ദാറ്റ്സ് ഇറ്റ്, സിമ്പിൾ. ഈ ചേട്ടൻ ഇങ്ങോട്ട് കയറ്റും ഇല്ല. ഹാർബർ ബ്രിഡ്ജ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, എൻ്റെ പൊന്ന് സേട്ട ഇഷ്ടപ്പെട്ട ഒരു ബ്രിഡ്ജാണ് മോനെ. സൂപ്പർ. ഇറ്റ്സ് എ വെരി ഓൾഡ് ബ്രിഡ്ജ്. തിങ്ക് ഇറ്റ്സ് അറൗണ്ട്, എത്ര വർഷമായിരുന്നു എനിക്കറിയില്ല, ഞാൻ വെറുതെ മണ്ടത്തരം എഴുന്നള്ളിക്കുന്നില്ല. ഓഹ്, സച്ച് അമേസിങ്. ഇതിൻ്റെ ആ ബ്ലാക്ക് ആ ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ, and everything is kind of mixed up. ഒരു വൈറ്റ് ആ ഒരു ഇതൊന്ന് വന്ന് നേരെ ഒരു കാട്ടിലേക്ക് ഇറങ്ങുന്ന വഴി. ചെടിയൊക്കെ വളർന്ന് കാട് പിടിച്ച് കിടക്കുന്നതും ഒരു ഭംഗി തന്നെയാണ്. ഓ ബ്യൂട്ടി മാൻ, ബ്യൂട്ടി. Get that adrenaline, get that goosebumps. Never turn back again. It's kind of funny that the more we pass time, the more we need to set them rewind. And 19 was the year I had to leave you, but now I'm seeing all the signs. ആഹാ, അപ്പുറത്തെ സൈഡിൽ വെള്ളം, അപ്പുറത്തെ സൈഡിൽ ഫ്ലാറ്റ് സമുച്ചയങ്ങൾ, അപ്പുറത്തെ സൈഡിൽ ലേക്ക്. ബ്യൂട്ടി മാൻ, ബ്യൂട്ടി. ലെഫ്റ്റിലൂടെ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല, അതും ചെയ്തു. സോ ദിസ് അഗൈൻ സംതിങ് വിച്ച് ഐ ഡു നോട്ട് വോണ്ട് ടു ഡു. ആണ് നമ്മുടെ ഹൈവേ. ഒരു ചായയൊക്കെ കുടിച്ച് വണ്ടർഫുൾ റൈഡ്. ബൈക്കിൻ്റെ താക്കോല്. നീയെങ്ങാനും ഫോൺ എടുത്തില്ലായിരുന്നു, ഞാൻ ഇവിടുന്ന് ബസ് കയറി പോയാലേ. അപ്പോൾ ഇത് കണ്ടിട്ട് ഐ തിങ്ക് ഈ ഒരു പോർഷൻ ശരിക്കും സർവീസ് റോഡായിരുന്നു. അവർ ആ സർവീസ് റോഡ് മെയിൻ റോഡാക്കി എടുത്തു. ഈ പൊളിഞ്ഞിരിക്കുന്ന മാത്രം മാറ്റിയാൽ മതി. എപ്പോഴും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്, കാരണം അത് മാറിക്കഴിയുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ഈ തിരക്കൊഴിവാകും. കുഴികൾ അത് നികത്തണം. പ്രത്യേകിച്ച് ബൈക്കിൽ ട്രാവൽ ചെയ്യുന്നവർക്ക് ഇത്രയും ഒരു ത്രെട്ട് വേറെ ഇല്ല. സോ ഐ എം ജസ്റ്റ് വൈൻഡിങ് അപ്പ് ദിസ് വീഡിയോ. Again, it was a fun ride. I'm going to do it very often. Thanks for watching. You all have a wonderful, wonderful, wonderful day. Bye-bye. Adios.